എന്തോടാ എല്ലാം ഒരേ കണക്ക് ഇരിക്കുന്നത്. ആരാ വൈഫിനെ വേണേലും കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം മുത്തുമണീസ്. അഡ്വാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം തിരുവോണത്തിന് അന്നായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. പക്ഷെ ഇന്ന് എത്രയാണ് ഡേറ്റ്? 23-ാം തീയതിയാണ് കേട്ടോ. ഓണം ആയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കാൻ വന്നത് ഞങ്ങളുടെ അമ്മച്ചി വീട്ടിലാണ് കേട്ടോ, അമ്മയുടെ വീട്ടിൽ. അപ്പൊ ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയത്. അപ്പൊ നമ്മുടെ കസിൻ സിസ്റ്റേഴ്സ് എല്ലാരും കൂടെ അമ്മയുടെ ചേട്ടന്റെ മോടെ വീട്ടില്, അക്കാടെ വീട്ടില് ഓണം ആഘോഷിക്കുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരു രസമാണ്, എല്ലാ പിള്ളേരും എല്ലാം ഒത്തുകൂടി കളിയും ബഹളവും ഒക്കെ ആയിട്ട്. ഇപ്പം നമ്മളിവിടെ മാത്രം കൂടുവാണെങ്കിൽ എന്നെ കൊണ്ട് എല്ലാ കറിയും വെക്കാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയല്ലേ. അപ്പൊ എല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരിച്ച് ആവുമ്പോൾ ഒരു വലിയ സദ്യ ആവുകയും ചെയ്യും, രസവുമാണ് എല്ലാവരും കൂടെ കൂട്ടി. ഞങ്ങൾ തീരുമാനിച്ചാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് കിട്ടിയത് പ്രഥമനാണ് കേട്ടോ. അപ്പൊ പ്രഥമൻ വെച്ചു. അയ്യോ സോറി, ഇത് സേമിയ. സോറി ഫ്രണ്ട്സ്, സേമിയാണ് കേട്ടോ. ഇത് കുറുകിയിട്ടുണ്ട്. അപ്പം ഞാൻ 2 കവർ പാലും കൂടി എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ കാറിൽ അങ്ങ് വരെ ചെല്ലുമ്പോൾ എന്തായാലും AC-യിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കുറുകും. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് 2 കവർ പാലോട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ തന്നെ നമ്മൾ കാറി കൊണ്ടുപോകാൻ പോവാണേ. അല്ല, ഈ പാല് നമുക്ക് അവിടെ ഇപ്പൊ ഇത് കട്ട് ചെയ്യില്ലയോ, ഇനി അവിടെ പോകാൻ കുറെ കൂടെ കുറുകും. അപ്പൊ ഈ 2 കവർ പാൽ അവിടെ കൊണ്ടുപോയി നമുക്ക് കാച്ചി ഒഴിക്കാം. ഇത് സേമിയാണ് കേട്ടോ, മുന്നൂസ് പറഞ്ഞ പോലെ. അടപ്രഥമൻ എൻ്റെ ഒരു വേറൊരു സിസ്റ്റർ മുബി എന്ന് പറയും, അവൾ ഉണ്ടായിക്കൊണ്ട് വരും. അപ്പൊ എൻ്റെ അമ്മക്ക് ഇന്നലെ പോയിട്ടുണ്ട്. അമ്മക്ക് മലക്കറി ആയിരുന്നു വാങ്ങിക്കാൻ. അമ്മ മലക്കറി വാങ്ങിച്ചോണ്ട് അവിടെ ചെന്നിട്ടുണ്ട്. എല്ലായിരിക്കും പറക്കിയൊക്കെ ശരിയായി കാണും. അപ്പൊ ഞാൻ മുടിയൊന്നും കെട്ടിയില്ല, ഭയങ്കരമായിട്ട് സമയം പോയി. 10 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചാണ്. ഇപ്പൊ തന്നെ 1 മണിക്കൂർ. ഇനി അവിടെ പോയിട്ട് കാറിലൊക്കെ ഇരുന്ന് മുടിയൊക്കെ കെട്ടാ എല്ലാം എടുത്ത് വെച്ചേക്കുവാണ്. ഇവർ രണ്ടുപേരും ഞാൻ മാത്രം ഒരുങ്ങിയാൽ മതിയോ? ഇവളെ ഒരുക്കണം, പിന്നെ അവനെ ഒരുക്കണം, എല്ലാം കൂടെ ഒരു മനുഷ്യൻ ചെയ്യണ്ടേ? ഇവളാണെങ്കിൽ പാവാടയുടെ ഇതുവരെ അമ്മ കെട്ടിത്ത, അതും അവൾ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഞാൻ എന്തോ ഈ വളയായാലും മാലയായാലും എല്ലാം അതിന്റെ ഇടയിൽ കൂടെ ഓടണ്ടേ? ഇനി കാറ് ചെയ്ത് മുടിയിട്ടാ. അപ്പൊ തുണി സമയം കൊണ്ടാ നമുക്ക് ഇറങ്ങാമേ. വാ ഫ്രണ്ടി, ഞാൻ ഇരിക്കുന്നിടത്താണോ വെക്കുന്നേ? അല്ല, അണ്ണൻ പായസം വെച്ചതിന് ശേഷം ഞാൻ കയറാതാണ് നല്ലത്. അപ്പോൾ ഇത് ഒഴിക്കാനായിട്ടുള്ള വലിയ പാത്രം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്, പക്ഷെ അതിൽ തികയത്തില്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച് ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെ അങ്ങ് വെക്കാമെന്ന്. ഞാനിരിക്കുന്ന അതെ അങ്ങനെ ഇരുന്നോളും. ഓക്കെ സെറ്റ്, ബാ കയറാം. അപ്പൊ നമ്മള് ഏകദേശം എത്താറായില്ല, 19 ഉള്ളൂ. ഇനി അടൂര് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റും ഏകദേശം എത്താറായി എന്നുള്ളത്. പറപ്പിച്ചാണ്ട് ഷാളൊക്കെ എടുത്തോണ്ട് ചാടി കയറി. അതെല്ലാം മുടി നനഞ്ഞിരിക്കും കേട്ടോ. പിന്നെ പൂവൊന്നും ഇല്ലല്ലോ വെക്കാനായിട്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളെ കുട്ടീസിനൊക്കെ കൊണ്ട് കുറച്ച് ഗെയിം ഒക്കെ കളിപ്പിക്കണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാ. പക്ഷെ ഗെയിം കളിച്ച് കഴിഞ്ഞ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ ഞാൻ ഇന്നലെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ സമ്മാനമായിട്ട് ഇവർക്കൊന്നും അറിയത്തില്ലല്ലോ അതെ, ട്രോഫി ഒരാൾക്ക് കൊടുക്കുമ്പോൾ വേറൊരാൾക്ക് വിഷമം വരും. ഇതാകുമ്പോൾ ഫുഡ് ഐറ്റം, ചോക്ലേറ്റ് ആയാലും ബിസ്ക്കറ്റ് ആയാലും അങ്ങനെ കൊടുക്കുമ്പോൾ അവര് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഹാപ്പി ആവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് വാങ്ങിച്ചത്. പിന്നെ എനിക്ക് ബ്ലൂടൂത്ത് മൈക്കും സ്പീക്കറും ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളിപ്പോ ടിവിക്ക് സ്പീക്കറൊക്കെ വാങ്ങിച്ചത് തന്നെ പഴയത് ഒരു ദിവസം ഇടി വെട്ടിയപ്പോ എന്തോ പറ്റിപ്പോയതല്ലേ ഉണ്ടേ. അപ്പൊ മൈക്ക് നല്ലതാണ്, സ്പീക്കർ ഞങ്ങളുടെ കംപ്ലൈന്റ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് അതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. അമറണ്ടല്ലേ ഈ പിള്ളേര് സെറ്റുകൾ. അല്ല, പിള്ളേർ സെറ്റ് ഒരുപാട് ആകുമ്പോഴത്തേക്കും നമ്മൾ അത്രയും സംസാരിച്ചാലേ ഇവരൊക്കെ ഒന്ന് കേൾക്കും. ഇവര് ബഹളമായിരിക്കും. ഈ വരുന്ന കോല ആയിരിക്കത്തില്ല. തൊണ്ടവേദനയാണ്. നിങ്ങൾക്ക് വീഡിയോ പോകുമ്പോ ഇവിടെ ഒരു ടീ സ്റ്റോൾ ഉണ്ട്. ആ ടീ സ്റ്റോളിലാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. ആ ടീ സ്റ്റോൾ കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ഓരോരുത്തർ എന്തൊക്കെ സാധനമോ കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം എത്താറായി.
കാണാം. ആഹാ മിച്ചു മുണ്ടൊക്കെ എടുത്ത് സെറ്റപ്പ് ആയല്ലോ. എല്ലാരും വന്നോടാ? സാച്ചിയുടെ അവിടെ നിന്ന് എല്ലാരും വന്നോ? ഇല്ല, ഇനി വരുത്തേ ഉള്ളു. പനിയൊന്നു നിനക്ക്? പിന്നെന്ത് ഉഷാറില്ലാത്ത? സാധാരണ വാ കീറുന്നയാണല്ലോ വേ. അവരാണ് നമ്മുടെ പായസം ഇങ്ങോട്ട് ഇറക്കണ്ടേ ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് ഭയങ്കര മഴ വരാൻ പോകുന്നത്. അതിന് മുമ്പ് വീട്ടിനകത്ത് കയറാൻ മിച്ചുനോട് പേര്. ഇവരൊക്കെ ഇറങ്ങിയോ? വേണ്ട, ഇവിടെ ഇടണ്ട. ആ പാലൊഴിക്കണം, നല്ല കുറുകി. ഇതുകൊണ്ട് പാല് അല്ല, ആ സമയം കാച്ചു ഒഴിച്ചാ മതി. എല്ലാം റെഡിയായോ? ഇതെന്തുവാ രാവിലെ? ഇഡ്ഡലി സാമ്പാർ. നോക്കട്ടെ. അവിയല്, പരിപ്പ്. ഇതെന്തുവാ സൗമി? മോര്. ഓ, അതെന്ത് ചുമന്നിരിക്കുന്നേ? സാമ്പാർ. ആ, തോരൻ, ബീട്രൂട്ട്. ഇതെന്തുവാ? ഒന്നും എനിക്കറിയത്തില്ല. ഇത് തീയല്ലേ? പച്ചടി. ഇതെന്തുവാ? ഇത് കഴിഞ്ഞില്ലയോ? ഇനി ആരൊക്കെ? ഇനി എന്തോ കൊണ്ടുവരാനുള്ളേ? ആ, ഇനി എന്തോ കൊണ്ടുവരാനുള്ളേ? പപ്പടവും സാച്ചി, പിന്നെ അടപ്രഥമൻ, രസമില്ലേ ഇത്? ഓ, അത് പിന്നെ ഒരു പരിപാടിക്ക് വാങ്ങിച്ചതിന്റെ ബാക്കി ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വന്നതാ. ആ, ഇട്ട് കൊടുക്കും. പിന്നെ ഈ പൂച്ച എങ്ങനെ അത്തപ്പൂ ഇടും? ചുമ്മാ നമുക്ക് വാരി കളിക്കാം. മുണ്ടും പൊക്കി അവിടെ അങ്ങ് നിന്നിട്ട് പറയാം എടുക്കും വ്ളോഗ്. ഞാൻ എന്റെ അച്ഛനും ഒരു ഡാൻസ് എടുത്ത് കൊടുക്കാം. ഞാൻ ആ മാല ഇറങ്ങി ഒരുപാട് ഇങ്ങ് വന്നിച്ച് കൂടെ കയറ്റി എടുക്കുന്നു. ആരാ? അതാ മിച്ചു സാധാരണ ഇങ്ങനെ സൈലന്റ് അല്ലല്ലോ. വാട്ട്, എന്ത് പറ്റി? എന്ത് വിഷമം പറ. അതാണ്ട് ഉടുപ്പ് കൊള്ളാലോ, വള്ളം കളിയുടെ ഒക്കെ ആണല്ലോ. ഓ, സെറ്റപ്പ്. ആ, അന്തനെ പോലെ. മിസ്സിന് പട്ടെടുക്കുമ്പോ അവിടെ അയ്യോ മാല എന്തേ? മാലയും വളയൊക്കെ ഇട്. രസമില്ല. അയ്യോ, അവന് മുടി വെട്ടി കുളിച്ചിട്ടൊക്കെ എപ്പ വരും? മക്കളെ ഇവിടെ ഒഴിക്കരുതേ പൊന്നു. മോനക്കുട്ടി ഇവിടെ ഒഴിക്കല്ലേ? ആ, കൊള്ളാം കൊള്ളാം, അടിപൊളി, സുന്ദരിയായി സുന്ദരിയായി. ആ, നമ്മള് നമ്മുടെ ഫസ്റ്റ് പരിപാടി തുടങ്ങാൻ പോവാണ്. കസേരകളിയാണ്. അപ്പൊ നമുക്ക് 2 ബാച്ചായിട്ട് കളിപ്പിക്കാം. ഇല്ലെന്നേ, കാരണം നമുക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം വരുന്നോണ്ട് മുത്തുമണി. ഞാൻ പറഞ്ഞുതരാം. ആ ആ ആ ആ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇരുന്നോ? ഷോ മോനോട്ട് ഔട്ട്. ആ ആ, അപ്പൊ മിച്ചു അപ്പൊ ഔട്ട്. അപ്പൊ മോനോട്ട് ഇന്നേ. ഓക്കെ, സെക്കൻഡ് റൗണ്ട്. അങ്ങനെ പല പല റൗണ്ടുകൾ ഇങ്ങനെ താണ്ടി വരുവാണ് മുത്തുമണീസ്. അണ്ണനെ മതിലിനോട് ചേർത്തങ്ങ് നിർത്തി കേട്ടോ. കാരണം തിരിഞ്ഞു നിന്ന് വിസിൽ ഊതിയാലേ നമ്മുടെ സ്വന്തം മക്കൾ എത്തിയപ്പോൾ നമ്മൾ വിസിൽ ഊതി എന്നൊരു മൈൻഡ് വരുമല്ലോ. അങ്ങനെ വരാൻ പാടില്ലല്ലോ. പിന്നെ എല്ലാവരും ഓരോരോ മക്കൾ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതും. പിന്നെ സാധാരണ നമ്മൾ പാട്ടിട്ട് കൊടുത്തിട്ടാണ് ഓരോ ഗെയിമുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ രസം കാണും. ഇതിപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നോണ്ടാണേ. റൗണ്ട് പൊന്നൂസ് ജയിച്ചു. ഇനി സെക്കൻഡ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട് നിങ്ങൾ കയറിക്കോ, വലിയ പിള്ളേര്. ഇനി നമുക്ക് ലാസ്റ്റ് ഇവര് 4 പേരും കൊണ്ട് അവരെയും കൂടെ കളിപ്പിക്കാം. തിരിഞ്ഞു വിസിലൂത്. സ്റ്റാർട്ട്. സത്യം പറഞ്ഞ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ പൊന്നേ, എൻ്റെ തൊണ്ട അനക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്കും ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് മുത്തുമണീസ്. അപ്പോൾ ഇതാണ്ട് ബിസ്ക്കറ്റ് കടി മത്സരമാണ്. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചാടി കടിക്കുന്നതിൽ നല്ലത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ അവർ വായിലേക്ക് കൊണ്ടുവന്നിട്ട് ബിസ്ക്കറ്റ് കൊടുക്കാം. ബിസ്ക്കറ്റ് മത്സരത്തിൽ നമ്മുടെ മോനുകുട്ടനാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് അല്ല, ഇത് ഈ മോള്. ഒരു ക്ലാപ്പ് കൊടുത്തേരെ. തേടില്ല, പോയിനെ. ഇനി നമുക്ക് ഇനി നെക്സ്റ്റ്
ഇനിയും വരാൻ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ മുത്തുമണീസ്. അപ്പോൾ ദാണ്ട മുബിയും സാച്ചിയും ബാവയൊക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടീസൊക്കെ നേരത്തെ എത്തിയത് കൊണ്ട് നമ്മൾ പിന്നെ മുഷിപ്പ് വേണ്ടാന്ന് കരുതി കുഞ്ഞുങ്ങളുടെ പരിപാടിയൊക്കെ നേരത്തെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ദാണ്ട നമ്മുടെ അടപ്രഥമനുമായിട്ട് മൂവി വരുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് വലിയ ആൾക്കാരുടെ കുറച്ച് കലാപരിപാടികളൊക്കെ കാണാം. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്താലോചിക്കുന്നത് എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. പ്രത്യേക ഒരു സമ്മാനം ഉണ്ട് കേട്ടോ, പ്രത്യേക ഒരു സമ്മാനം ഉണ്ട് വീണതിന്. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ദാണ്ട എൻ്റെ അമ്മായും മാമിയും മാത്രമാണ് അവശേഷിക്കുന്നത്. അങ്ങനെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം 1:45 നമ്മൾ വിചാരിച്ചു കുട്ടീസിനെല്ലാം ചോറ് കൊടുക്കാം, എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഗെയിമും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന്. അങ്ങനെ ഏതാണ്ട് കറികളെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ നിരത്തി വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് താഴെ ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ ഇലയിൽ ഇങ്ങനെ വട്ടത്തിലിരുത്തി ഫുഡ് കൊടുക്കുകയാണേ. അപ്പോൾ കുഞ്ഞുങ്ങളങ്ങ് ആദ്യം കഴിച്ച് കഴിയട്ടെന്ന് വിചാരിച്ചു. അതി ഇട്ട് ഇങ്ങനെ അങ്ങനെ പൊടിച്ച് അങ്ങനെ തിന്നുന്നേ. കഴിച്ചോ, അവിടെ ആദ്യമേ കഴിപ്പ് തുടങ്ങി. എങ്ങനെയുണ്ട് പൊന്നോ സദ്യ? ഇവിടെ വേണ്ട തനതായ രീതിയിൽ കഴിക്കുവാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി എനിക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞ എനിക്കിപ്പോഴേ വിശക്കുന്നില്ല. കുഞ്ഞിന്റെയും കൂടെ പിടിക്കാം. റൗണ്ട് നീതി നമ്മൾ കൊടുത്തേ. ഓ രണ്ടാമതോ? പിള്ളേരെല്ലാരും ഇരുന്നില്ലയോ? അപ്പൊ അത് കുഴപ്പമില്ല, നമുക്ക് വലിയ ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടാം. അപ്പൊ നമ്മുടെ കുട്ടീസിന്റെ റൗണ്ട് ഒക്കെ ആയി. ഇത് അടപ്രഥമൻ അണ്ണേ, അടപ്രഥമൻ വിളമ്പൂ. സെക്കൻഡ് അല്ലേ എന്റെ പായസം. നല്ല അടപ്രഥമൻ, അടിപൊളിയാണ്ട്. പപ്പടം പപ്പടവും പഴവും ഇട്ട് പൊടിച്ചു തിന്നണം. പഴം അമ്മയുടെ പഴമല്ല, മക്കള് കഴിച്ചോ. ഇതിന്റെ കൂടെ പ്രഥമന്റെ കൂടെ ഇഷ്ടമുള്ളപോലെ കഴിച്ചോ. അടുത്ത നമ്മുടെ പായസം വിളിച്ചാട്ടെ. എന്റെ പായസം കണ്ടോ നിങ്ങൾ? കഴിച്ചു നോക്ക്. കഴിച്ചോ പൊന്നു. ചുമ്മാ പറയാ, അമ്മയുടെ സത്യസന്ധമായിട്ട് പറയൂ. മധുരമില്ലെന്ന് ഞാൻ ഈ അണ്ണം പറയുവാ, എനിക്കുള്ള മധുരമായി മതിയടിയെന്ന് പറഞ്ഞു പിള്ളേർക്ക്. ഓ കണ്ടോ, ശരി മധുരം ഇല്ലയോ? ഈ അണ്ണം പറഞ്ഞു മധുരം അത്രയും മതിയെന്ന്. അപ്പൊ എന്റെ സേമിയക്ക് ഒരു വിലയില്ല. എടാ നന്ദിയില്ലാത്തവനെ എണീറ്റ് പോടാ. അപ്പൊ ഞങ്ങളുടെ റൗണ്ടാണ്. വയ്യാത്തവരൊക്കെ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കേട്ടോ, അമ്മമാർ. അപ്പം ആദ്യത്തെ റൗണ്ട് പരിപ്പും നെയ്യും. സമയം 2 മണി. എപ്പോഴും സദ്യ കഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കും മുത്തുമണി അതിൻ്റെതായ രീതിക്ക് ലാസ്റ്റ് രസം മോരൊക്കെ കൂട്ടി കഴിക്കണമെന്ന്. പക്ഷേ എപ്പോഴും നടക്കാറില്ല. കുറച്ച് കഴിക്കുമ്പോഴേ എനിക്ക് വയറ് നിറയും കേട്ടോ. കണ്ടോ, ഭാര്യ വെച്ചത് അണ്ണ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിട്ട് പറയും. ഈ അണ്ണന് ഭയങ്കര മധുരം ഇഷ്ടമല്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടീസിൻ്റെ വീണ്ടും ഉള്ള അടുത്ത കലാപരിപാടികൾ തുടങ്ങി. ഈ നൂല് വെച്ചിട്ട് ബലൂൺ വീർപ്പിച്ച് കാലിൽ കെട്ടിയിട്ടതിന് ശേഷം പിന്നെ അത് ചവിട്ടി പൊട്ടിക്കണം. സ്വന്തം ബലൂണ് സേവ് ചെയ്യുകയും ചെയ്യും. ഓരോട്ട് ഗെയിം കളിക്കാൻ ഇറങ്ങിയാലേ തോറ്റ് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ട് ആൾ കരയൊക്കെ ചെയ്യും. അതാണ് മനുഷ്യന് സഹിക്കാൻ പറ്റാത്തത്. അതാണ് ഇപ്പം തന്നെ ഈ ബലൂൺ പൊട്ടുമ്പം ആൾ ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഒരു അരമണിക്കൂർ കഴിയുമ്പം റിക്കവറായി ഭയങ്കര ഹാപ്പി ആയിട്ട് വരും കേട്ടോ. ആദ്യം പക്ഷെ ഭയങ്കര സങ്കടമായിരിക്കും.
എടാ ഒരാളെ പൊട്ടിക്കാൻ പോകുമ്പോ അവരെ പൊട്ടിയില്ലേ ഞാൻ ഓരണ്ട കരയുക അപ്പോട്ട് സാരല്ല പെണ്ണുങ്ങളെ പൊട്ടിക്ക എന്തിനാ കരയുന്നേ? എന്റെ പൊന്നാ ജയിച്ചത്. എന്റെ പൊന്ന് ഒത്തിരി ചാടി പോട്ട്. നീ എന്താ ആലോചിക്കുന്നത്? അണ്ണ വിട്ടു കൊടുക്കല്ല. ജയിക്ക് അയ്യോ കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തൊണ്ടയടച്ച് മനുഷ്യനാകെ മത്ത് പിടിച്ചു. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് മതിയാവുന്നില്ല കേട്ടോ. ഒരുപാട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങൾക്ക് ശേഷമല്ല ഇങ്ങനെ ഒത്തുകൂടുന്നത്. അവർക്ക് പിന്നെ ഗെയിംസ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ബോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. മ്യൂസിക് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെ കയ്യിലാണോ ബലൂൺ വരുന്നത് അവരുടെ കയ്യിൽ. പിന്നെ അത് കഴിഞ്ഞ് മുട്ടായി പറക്കൽ അങ്ങനെ ഗെയിംസ് തുടർന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് പാലും ജീരകം മുട്ടായി പിള്ളേർക്ക് മുട്ടായി പറഞ്ഞ വലുതായതുകൊണ്ട് ജീരകം മുട്ടായി ഓരോന്ന് എടുക്കാലോ. അപ്പൊ വൈകുന്നേരത്തെ ചായയും കടിയും മുറൈമാവൻ പറയാം. ഇങ്ങോട്ട് വാ കാണിക്കാം. ഇതെന്തുവാ? ഇത് സമൂസയും മുട്ട പപ്സും ആണ് ഫ്രണ്ട്സ്. ആളിവിടെ ഇല്ല, പക്ഷെ എന്നാലും സാധനം ഇവിടെ എത്തിച്ചു. താങ്ക് യു. എല്ലാവരും കറികളും പായസങ്ങളും എല്ലാം ഓരോ കൂട്ടായപ്പോൾ അവസാനം എല്ലാവരും രാത്രിയല്ലേ പോകും. വൈകിട്ടത്ത് ചായക്കും കടിക്കും ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ മുറൈമാമനോട് പറഞ്ഞു, മുനീറിനോട് അങ്ങനെ നമ്മുടെ സാധനം ഓർഡർ കൊടുത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇത് ഇട്ട് കൊടുത്ത്. അപ്പൊ നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാല് കണ്ണ് കെട്ടി ആരാന്ന് വെച്ചാൽ അവരവരുടെ വൈഫിനെ അങ്ങോട്ട് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. ഇവിടെ 3 കപ്പിൾസേ ഉള്ളൂ. ഷാദാനും ആബിദ് പിന്നെ മുബി. ബാക്കി ഹസ്ബൻഡ്സ് ആരുടെ വൈഫിനെ അല്ല, സ്വന്തം വൈഫിനെ തന്നെ കണ്ടുപിടിക്കാം. ഇവ വേറെ ആരെങ്കിലും പിടിക്കും. സാക്ഷി കാണിച്ചു കൊടുക്കുന്ന കേട്ടോ ഞാൻ മോതിരം ഇട്ടിട്ടുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് മോതിരവും വളയും എല്ലാം അങ്ങോട്ട് വരുന്നു. അങ്ങനെ നമ്മൾ ഈസി ആക്കി കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ ബസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അല്ല കേട്ടോ വേണ്ട അണ്ണന്റെ ആദ്യം കെട്ടട്ടെ. അളി ആദ്യം കെട്ടളിയാ. കേട്ടു റിൻഷാൻ ഈ ഗെയിം നോക്കി കണ്ടുപിടിച്ചിട്ട് അടുത്ത കളി കളിക്കാനാ. ആരാ സാധനം? ആദ്യം നിന്നെ കണ്ടുപിടിക്കട്ടെ. നിന്റെ കൈ നോക്കട്ടെ മോതിരം ഉണ്ടോ. അയ്യോ ആണോ? എവിടെ കൈ എവിടെ തുടങ്ങാം? ഒന്നേന്ന് പറഞ്ഞതാ. എവിടെ നീ ഉണ്ട് ഇങ്ങോട്ടുണ്ട്. നടക്ക് ഇങ്ങോട്ട് നടക്ക്. അതാ ഇങ്ങോട്ട് നടന്നോ? ഇടത്തോട്ട് നടന്നോ? അടുത്ത സൈഡ്. ഇടത്തോട്ട് നടന്നോ?
എന്തോടാ എല്ലാം ഒരേ കണക്കിരിക്കുന്നത്. ഇങ്ങോട്ട് വരാം വരാം. അടുത്ത ആണിത്. അപ്പൊ ഇത് കണ്ടുപിടിച്ചില്ല. ഡൗട്ട് അടിച്ചു. അതേ ഈ കൈയല്ല. അല്ല ഇവിടെ 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 അല്ല. അയ്യോ 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 അയ്യോ. അല്ല ഇച്ചിരി നേരം 2-3 സൗമ്യ തൊട്ടപ്പോ സൗമ്യ കേട്ടാ ഇത് എന്റെ ഇതാ. ചിന്നി ചിതറി ഓടി. സ്റ്റാർട്ട്. കൈ എന്ത് ആ ഇതാ. ഞാനാണ് ആവിടെ എന്തെങ്കിലും കാരണം ഉപയോഗിക്കണം. വരാൻ നിനക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലോട്ട് കേട്ടോ. ചാച്ചിയുടെ കൈ പിടിച്ചായിരുന്നോ? ആ പൊട്ടി സാരമില്ല. ഇനി നമുക്ക് സമ്മാനം കൊടുക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യം പൊന്നൂസിന് എന്തിനൊക്കെയാ കിട്ടിയേ? 3 ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ 3 കൊടുണ്ടേ. ആ 1 കസേര കളി. ഓക്കെ എല്ലാരും ക്ലാപ്പ് അടിക്കൂ. പോരൂട്ടെ ബിസ്ക്കറ്റ് കളി. ബിസ്ക്കറ്റ് കളിക്ക്. എന്തേ പെണ്ണ് എടി ഒറ്റയ്ക്ക് കസേര കളിച്ച് ജയിച്ചോളാം. നീ ഒറ്റയ്ക്ക് ഷെയർ ചെയ്യണേ. ഇവക്കുണ്ട് അണ്ണ. ഇവക്ക് ആ അണ്ണ മീനാക്കി. അല്ല അവിടെ നില്ല. ഇത് സമ്മാനമാ. ഓ ബലൂൺ പൊട്ടിച്ചോ. ആവിരേ കൺഗ്രാറ്റുലേഷൻ. അണ്ണ ഇതുകൊണ്ട് അവനോട് കസേരകളി ഞങ്ങളുടെ അമ്മ ഷീയാമ്മയും വിളി. ഷീരാമ്മയ്ക്ക് വരൂ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ബലൂൺ പൊടി. ഓക്കെ ഓക്കെ കസേര കളിക്ക് വേണ്ട തലവെട്ടിക്ക്. ഓ കേക്ക് കേക്ക്. അണ്ണ അണ്ണേ വേണ്ട നമുക്ക് മിഠായി കഴിക്കാനുണ്ട്. ആ മുട്ടായി കൊടു. അത് കൊടു. അതും കൊടു. സമയം ഇപ്പൊ തന്നെ ഒരു 4-4:30 മണിയായിട്ടുണ്ട്. അപ്പൊ ഇന്റർവെൽ സമയമാണ് കേട്ടോ. ചായയും പപ്സും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടി തീരുമാനിക്കണം. എടാ സമൂസ വേണോ? ആർക്കാ? എടി വാടി വന്നെടുക്ക്. അയറമ്പോവാം. അയറമ്പോക്ക് എന്താ വേണം? മുട്ട പപ്സ് വേണോ സമൂസ വേണോ? എന്നാ അയറമ്മാണ് മോന്റെ വകയാ ഇത്. ഈ കടി കഴിക്കണം. വാ. ഒത്തിരി ഒരുപാട് ഏകദേശം 1 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വ്ലോഗ് ഇടുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തൊണ്ട വൈബായിരുന്നു. മത്ത് പിന്നെ തൊണ്ട ഭയങ്കര വേദന. കാരണം കിടന്ന് അമറുമില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ അലപ്പ് കൊണ്ട് പിള്ളേരുടെ അലപ്പ് കൊണ്ടൊന്നും കേൾക്കുന്നില്ല. അപ്പൊ എന്തായാലും കൊള്ളായിരുന്നു. എല്ലാരും കൂടെ കൂടിയപ്പോ രസം ഉണ്ടായിരുന്നു. വല്ലപ്പോഴും ഒക്കെ കൂടുമ്പോ രസമല്ലേ. ഹൈറായിട്ടെല്ലാം നടന്നു. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം മുത്തുമണീസ്. അടുത്തൊരു വ്ലോഗായിട്ട് കാണാം. ടാറ്റാ. ബൈ.